ലോകത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ ആരാണെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ആദ്യം കാണിക്കുന്ന പേര് ഇലോൺ മസ്ക് ആണ്. ടെസ്ലയും സ്പേസ് എക്സുമാണ് അദ്ദേഹത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകൾ. അദ്ദേഹത്തിന്റെ മൊത്തം ആസ്തി എന്നത് $200 ബില്യൺ മുകളിലാണ്, അതായത് 20,000 കോടി ഡോളേഴ്സ്. നമ്മുടെ ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്താൽ അത് ഏതാണ്ട് 16 ലക്ഷം കോടി രൂപയാണ്. ലോകത്തിലെ 73% രാജ്യങ്ങളുടെയും GDP പോലും ഇതിനേക്കാൾ കുറവാണെന്ന കാര്യം ഓർക്കണം. നിങ്ങളിനി എത്ര തന്നെ ശ്രമിച്ചാലും എത്ര വലിയ വില കൂടിയ വസ്തുക്കൾ വാങ്ങിച്ചാലും ഒരു ജീവിതകാലം കൊണ്ട് ആർക്കും തന്നെ ഇത്രയും വലിയൊരു തുക തീർക്കാൻ പറ്റില്ല. കാരണം ഒരു മനുഷ്യൻ 100 വർഷങ്ങൾ ജീവിക്കുകയാണെങ്കിൽ പോലും അയാൾ ജനിക്കുന്നതിന്റെ അന്നു മുതൽ മരിക്കുന്നതുവരെ ഓരോ ദിവസവും 45 കോടി രൂപയിൽ കൂടുതൽ ചിലവാക്കിയാൽ മാത്രമേ $200 ബില്യൺ തീരുകയുള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാലറിയുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് പോലും അവരുടെ മുഴുവൻ ഔദ്യോഗിക ജീവിതകാലം കൊണ്ട് 45 കോടി രൂപ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന കാര്യവും ഓർക്കണം. എന്നാൽ ഒരു അതിശയകരമായ കാര്യം എന്താണെന്നാൽ ഇന്നത്തെ കാലത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ എലോൺ മസ്ക് ആണെങ്കിലും ഇതുവരെ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും ധനികനായ മനുഷ്യൻ ശരിക്കും മറ്റൊരാളാണ്. അദ്ദേഹത്തിന്റെ സമ്പത്തിനെ ഇന്നത്തെ മൂല്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഇന്ന് ലോകത്തിലെ ഏറ്റവും ധനികരായ എല്ലാ മനുഷ്യരുടെയും മുഴുവൻ സമ്പത്തിനേക്കാൾ കൂടുതലായിരിക്കും. അത്രയേറെ ധനികനായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ പേര് ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടായിരിക്കില്ല. അതാണ് മൻസ മൂസ, ചരിത്രത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ. 13ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ വെസ്റ്റ് ആഫ്രിക്കയിലെ മാലി സാമ്രാജ്യത്തിലാണ് മൂസ ജനിച്ചത്. വെസ്റ്റ് ആഫ്രിക്കയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സാമ്രാജ്യമാണ് മാലി. ഏതാനും ചില തലമുറകൾ സമയം കൊണ്ട് മാത്രമാണ് ഈ സാമ്രാജ്യം വളരെ വലുതായിട്ട് വികസിച്ചത്. 14ാം നൂറ്റാണ്ടിൽ മാലി സാമ്രാജ്യം ഏറ്റവും ഉന്നതിയിലെത്തിയ സമയത്തിൽ അതിന് ഏകദേശം 8 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണതയുണ്ടായിരുന്നു. അതായത് ഇന്ത്യയുടെ 25% വലിപ്പം. അളക്കാനാകാത്ത എത്ര സമ്പത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മാലി സാമ്രാജ്യം വളർന്നത്. ഈ സമ്പത്ത് മുഴുവൻ വന്നത് ഏറ്റവും പ്രധാനമായും സ്വർണത്തിൽ നിന്നുമാണ്. സ്വർണം അന്ന് അവിടെ സമൃദ്ധമായിട്ട് ലഭിച്ചിരുന്നു. സമൃദ്ധമെന്ന് വെച്ചാൽ അന്ന് ആഫ്രിക്കയിലും ഏഷ്യയിലും യൂറോപ്പിലും, അതായത് 3 ഭൂഖണ്ഡങ്ങളിലും ഉണ്ടായിരുന്ന മുഴുവൻ സ്വർണത്തിൽ പകുതിയിൽ കൂടുതലും മാലിയിലുള്ള വെറും 3 ഖനികളിൽ നിന്നും മാത്രമാണ് വന്നിരുന്നത്. അത്രയേറെ സ്വർണം അന്ന് അവർക്കുണ്ടായിരുന്നു. പക്ഷേ സ്വർണത്തിന് പുറമെ അവർക്ക് സമ്പത്തിന് മറ്റൊരു വലിയ സ്രോതസ്സും ഉണ്ടായിരുന്നു. അതാണ് ഉപ്പ്. സ്വർണത്തിന് വിലയുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഉപ്പ് എങ്ങനെയാണ് ഇത്രയും വലിയ സമ്പത്താകുന്നത്? ഇന്ന് സ്വർണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉപ്പ് വളരെ മൂല്യം കുറഞ്ഞ വസ്തുവാണെന്ന് തോന്നുമെങ്കിലും മൻസ മൂസയുടെ കാലത്ത്, അതായത് 14ാം നൂറ്റാണ്ടിൽ ആഫ്രിക്കയിലെ ഏകദേശം എല്ലാ ഭാഗങ്ങളിലും ഉപ്പ് അത്യധികം വിലപിടിപ്പുള്ള വസ്തുവായിരുന്നു. കൃത്യമായ അവസരത്തിൽ വിറ്റാൽ അത് സ്വർണം വിൽക്കുന്നത് പോലെ തന്നെ ആയിരുന്നു. അതിന് വ്യക്തമായ ചില കാരണങ്ങളുമുണ്ട്. ഒന്നാമത്തെ കാരണം മനുഷ്യന്റെ ആരോഗ്യത്തിന് പ്രധാനപ്പെട്ട ഒരു മിനറലാണ് ഉപ്പ്. നമ്മുടെ ശരീരം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ അത് വളരെ അത്യാവശ്യമാണ്. അതില്ലെങ്കിൽ പല തരത്തിലുമുള്ള രോഗങ്ങളും പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അതിനു പുറമെ ഉപ്പ് ചേർക്കുമ്പോൾ ഭക്ഷണത്തിന്റെ സ്വാദ് നല്ല രീതിയിൽ വർദ്ധിക്കുമെന്നതും ഒരു കാരണമാണ്. മറ്റൊരു പ്രധാന കാരണം ഉപ്പ് ശരിക്കും ഒരു നാച്ചുറൽ പ്രിസർവേറ്റീവ് ആയിരുന്നു. അതായത് ആഹാര സാധനങ്ങളൊക്കെ കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പദാർത്ഥമായിരുന്നു ഉപ്പ്. ഇന്ന് നമുക്കതിന് പകരം ഫ്രിഡ്ജുകളുണ്ട്. പക്ഷേ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഫ്രഷ് ആയിട്ടുള്ള ആഹാര സ്രോതസ്സുകളിൽ നിന്നും ഒരുപാട് അകലെ ജീവിക്കുന്ന കമ്മ്യൂണിറ്റികൾ ഉണ്ടായിരിക്കും. അവർക്കൊക്കെ കേടാകാത്ത ആഹാരം എത്തിക്കാൻ അന്നത്തെ ഏറ്റവും പ്രധാന മാർഗമായിരുന്നു ഉപ്പ്. ഇതിനേക്കാളുമൊക്കെ ഏറ്റവും പ്രധാന കാരണമെന്നത് ഇന്ന് നമുക്ക് സുലഭമായിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും ഉപ്പ് വാങ്ങാൻ കഴിയും. പക്ഷേ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പ്രത്യേകിച്ച് മൻസ മൂസയുടെ കാലത്തിൽ ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന വലിയൊരു ശതമാനം ഉപ്പിന്റെ ഉറവിടങ്ങളും അന്ന് മാലി സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്നു. എന്തായാലും 14ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 1312ലാണ് മൂസ മൻസ മൂസയാകുന്നത്, അതായത് മാലിയുടെ ചക്രവർത്തിയാകുന്നത്. മൻസ എന്നത് ശരിക്കും പേരല്ല, മറിച്ച് ചക്രവർത്തി എന്നാണ് മൻസയുടെ അർത്ഥം. മൻസ മൂസ മാലിയുടെ 10ാമത്തെ ഭരണാധികാരിയായിരുന്നു. കുറച്ച് വിചിത്രമായ രീതിയിലാണ് അദ്ദേഹം അധികാരത്തിൽ വന്നത്.
കാരണം യഥാർത്ഥത്തിൽ അദ്ദേഹം വെറും ഒരു താൽക്കാലിക ഭരണാധികാരി മാത്രമായിരുന്നു. അതായത് ശരിക്കുമുള്ള ചക്രവർത്തി ഒരിക്കൽ അറ്റ്ലാന്റിക് മഹാസമുദ്രം പര്യവേഷണം ചെയ്യാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി അദ്ദേഹം 2000-ൽ കൂടുതൽ കപ്പലുകളും കൊണ്ട് ഒരു ദിവസം മഹാസമുദ്രത്തിന്റെ വിശാലതയിലേക്ക് യാത്രയായി. പോകുന്നതിന് മുന്നേ അദ്ദേഹം മൂസയെയാണ് താൽക്കാലികമായിട്ട് സാമ്രാജ്യത്തിനെ ഏൽപ്പിച്ചത്. പക്ഷേ ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ കപ്പലുകളും പിന്നെ ഒരിക്കലും തിരിച്ചു വന്നില്ല. അങ്ങനെ മൂസ സ്വയം ചക്രവർത്തിയായി കിരീടമണിഞ്ഞു. അങ്ങനെയാണ് മൻസ മൂസ മാലി സാമ്രാജ്യത്തിന്റെ അധിപനായി മാറിയത്. മൂസ അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ അന്നത്തെ മാലി സാമ്രാജ്യത്തിൽ ഇന്നത്തെ 5 ആഫ്രിക്കൻ രാജ്യങ്ങൾ അടങ്ങിയിട്ടുണ്ടായിരുന്നു. അധികാരത്തിൽ വന്ന ശേഷം മൂസ തന്റെ സാമ്രാജ്യത്തിന്റെ അതിരുകൾ വീണ്ടും കൂടുതൽ വ്യാപിപ്പിച്ചു. അങ്ങനെ മാലി സാമ്രാജ്യത്തിന്റെ സമ്പത്ത് മുൻപത്തേതിനേക്കാൾ വീണ്ടും പല മടങ്ങ് വർദ്ധിച്ചു. തന്റെ സമ്പത്ത് ചിലവാക്കിയ വിധങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മൂസ എത്രത്തോളം ധനികനായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും. മൂസ ഒരു ഇസ്ലാം മതവിശ്വാസിയായിരുന്നു. അതുകൊണ്ട് തന്നെ മെക്കയിലേക്ക് ഹജ്ജിന് പോവുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു വലിയ കർത്തവ്യമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു. മാലിയിൽ നിന്നും മെക്കയിലെത്താൻ 4300 കിലോമീറ്ററിൽ കൂടുതൽ ഉണ്ടായിരുന്നു എന്നല്ല, ഇപ്പോഴും അത്രയും ദൂരമുണ്ട്. പക്ഷെ ഇന്നത്തെ പോലെ അന്ന് വിമാനവും കാറും ബൈക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മെക്കയിലേക്കുള്ള തീർത്ഥാടനം മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിസ്മയാവഹമായ ഗംഭീരമായ യാത്രകളിൽ ഒന്നായിരുന്നു. അദ്ദേഹത്തിന്റെ യാത്ര എന്ന് പറഞ്ഞെങ്കിലും ശരിക്കും അദ്ദേഹം ഒറ്റയ്ക്കല്ല പോയത്. പുരുഷന്മാരും സ്ത്രീകളും അടക്കം 70,000-ലേറെ പേരും 100 കണക്കിന് ആനകളും ധാരാളം ഒട്ടകങ്ങളും കുതിരകളും വളരെ മികച്ച ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുള്ള 500 പടയാളികളും പിന്നെ എല്ലാവർക്കും ആവശ്യത്തിനുള്ള ആഹാര സാധനങ്ങളും അതുപോലെ ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള മറ്റ് മൃഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു വലിയ സിറ്റിയും കൊണ്ടാണ് മൻസ മൂസ തന്റെ തീർത്ഥാടനം നടത്തിയത്. അതും 1-2 കിലോമീറ്റർ അല്ല, 4300 കിലോമീറ്ററിൽ കൂടുതൽ ദൂരം സഞ്ചരിച്ചു. പക്ഷെ ഇതിനൊക്കെ പുറമെ ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ എല്ലാവരും വഴിച്ചെലവിന് വേണ്ടി കാശ് വെച്ചിരിക്കുന്നത് പോലെ അദ്ദേഹവും കുറച്ച് കാശ് കയ്യിൽ കരുതിയിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വഴിച്ചെലവിന് വേണ്ടി കയ്യിൽ കാശ് കരുതിയിരുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മൾ വഴിച്ചെലവിന് വേണ്ടി കാശ് എടുക്കുന്നതിൽ നിന്നും ശകലം വ്യത്യസ്തമായിരുന്നു. എന്തെന്നാൽ നമ്മൾ കയ്യിൽ കരുതുന്നത് 100 രൂപയോ 500 രൂപയോ ഒക്കെ ആയിരിക്കും. എന്നാൽ 21,000 കിലോഗ്രാം സ്വർണമായിരുന്നു മൂസയുടെ വഴിച്ചെലവിനുള്ള കാശ്. അതായത് ഇന്നത്തെ വില അനുസരിച്ച് 15,000 കോടി രൂപ. എന്റെ പൊന്നോ! ഇത്രയും സ്വർണ്ണക്കട്ടകൾ ചുമക്കാൻ 12,000 അടിമകളും ഉണ്ടായിരുന്നു. ഓരോ അടിമയും ഏതാണ്ട് 2 കിലോ സ്വർണമാണ് ചുമന്നിരുന്നത്. സ്വർണ്ണക്കട്ടകൾക്ക് പുറമെ 1000-കണക്കിന് കിലോഗ്രാം ഗോൾഡ് ഡസ്റ്റും കൊണ്ടുപോയിരുന്നു. ഇത്രയേറെ സമ്പത്തും ഇത്രയും വലിയൊരു ജനക്കൂട്ടവും കൊണ്ടുള്ള യാത്ര അദ്ദേഹത്തിന്റെ അനന്തമായ സമ്പത്തിന്റെ പ്രൗഢഗംഭീരമായ ഒരു പ്രകടനം തന്നെയായിരുന്നു. പക്ഷേ ശരിക്കും ഈ സ്വർണമൊന്നും അദ്ദേഹത്തിന്റെ ചെലവിന് വേണ്ടി കൊണ്ടുപോയതായിരുന്നില്ല. മറിച്ച് അത് മുഴുവൻ, അതായത് 15,000 കോടി രൂപ മുഴുവനായും പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് കൊണ്ടുപോയത്. മെക്കയിലേക്ക് പോകുന്ന വഴി ധാരാളം സ്വർണം അദ്ദേഹം ദാനം ചെയ്തു. ധാരാളം എന്ന് വെച്ചാൽ ചരിത്ര രേഖകൾ പ്രകാരം ഇങ്ങനെ ദാനം ചെയ്തത് കാരണം മൻസ മൂസ പോയ വഴികളിലെല്ലാം പെട്ടെന്ന് സാമ്പത്തിക വളർച്ചകൾ ഉണ്ടായി. അതിന്റെ അനന്തരഫലമായി ആ സ്ഥലങ്ങളിലെ എല്ലാം സമ്പദ് വ്യവസ്ഥകൾ പോലും പൂർണ്ണമായും തകർന്നു പോയിരുന്നു. അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ വളരെ വളരെ ചെറിയൊരംശം കൊണ്ട് മാത്രം പല രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥകളുടെ താളം തന്നെ അദ്ദേഹം തെറ്റിച്ചു. അതിനു പുറമെ അദ്ദേഹം പോകുന്ന വഴികളിൽ മുഴുവൻ അങ്ങ് മെക്കയിൽ എത്തുന്നത് വരെ വെള്ളിയാഴ്ച ദിവസം അദ്ദേഹം എവിടെ എത്തുന്നു അവിടെ അദ്ദേഹം ഒരു പുതിയ പള്ളി പണിതിരുന്നു. അതായത് പുതിയ പള്ളി നിർമ്മിക്കാനുള്ള കാശ് നൽകി. മെക്കയിലേക്കുള്ള യാത്ര ഏതാണ്ട് 2 വർഷങ്ങൾ നീണ്ടതായിരുന്നു. അങ്ങനെയെങ്കിൽ ഏതാണ്ട് 100ഓളം പള്ളികൾ അദ്ദേഹം മെക്കയിലേക്കുള്ള യാത്രക്കിടയിൽ നിർമ്മിച്ചു. ഇത്രയും പള്ളികളൊക്കെ നിർമ്മിച്ചത് മതപരമായ വിശ്വാസത്തിന്റെ പേരിൽ മാത്രമാണോ എന്നത് ചരിത്രത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെയും മാലി സാമ്രാജ്യത്തിന്റെയും ശക്തി കാണിക്കാനും അദ്ദേഹത്തിന് പ്രശസ്തി ആർജിക്കാനും വേണ്ടിയിട്ടുമായിരിക്കും അത് ചെയ്തതെന്നാണ് പല ചരിത്രകാരന്മാരും പറയുന്നത്. കാരണം സമ്പത്തിന്റെ ഈ പ്രകടനമാണ് മാലി സാമ്രാജ്യത്തിന് കാറ്റലൻ അറ്റ്ലസ് മാപ്പിൽ ഇടം നേടിക്കൊടുത്തത്. 14-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രസിദ്ധമായ വേൾഡ് മാപ്പുകളിൽ ഒന്നായിരുന്നു കാറ്റലൻ അറ്റ്ലസ്. ഒരു സ്വർണ്ണഗോളവും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന മൻസ മൂസയുടെ ചിത്രവും നിങ്ങൾക്ക് ഈ മാപ്പിൽ കാണാൻ കഴിയും. മെക്കയിൽ നിന്നും തിരികെ വന്ന ശേഷം അദ്ദേഹം മാലിയിലും നിരവധി വികസനങ്ങൾ കൊണ്ടുവന്നു. തിരിച്ചു വരുന്ന വഴിയിൽ അദ്ദേഹം പുതിയ ചില സിറ്റികളെ കൂടെ മാലി സാമ്രാജ്യത്തിന്റെ കീഴിലാക്കി. അതിലൊന്നായിരുന്നു ടിംബുക്ടു. എന്നിട്ട് ടിംബുക്ടുവിനെ അദ്ദേഹം മാലി സാമ്രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റികളിൽ ഒന്നാക്കി മാറ്റുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ടിംബുക്ടു.
അദ്ദേഹം അന്ന് നിർമ്മിച്ച പല നിർമ്മിതികളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും മൻസ മൂസയുടെ മുഴുവൻ സമ്പത്ത് ഇന്നത്തെ മൂല്യത്തിൽ നോക്കിയാൽ അത് ഏകദേശം $400 ബില്യൺ ആയിരിക്കുമെന്നാണ് കരുതുന്നത്. $400 ബില്യൺ എന്ന് വെച്ചാൽ ഏതാണ്ട് 32 ലക്ഷം കോടി രൂപ. പക്ഷെ യഥാർത്ഥത്തിൽ ഈ $400 ബില്യൺ എന്ന കണക്ക് ഒരു നിഗമനം മാത്രമാണ്. ചരിത്രരേഖകൾ പ്രകാരം അദ്ദേഹത്തിന്റെ സാമ്രാജ്യം വ്യാപിച്ചിരുന്ന മുഴുവൻ നിലത്തിന്റെയും മുഴുവൻ സ്വർണത്തിന്റെയും മറ്റ് സ്രോതസ്സുകളുടെയും അങ്ങനെ എല്ലാ സമ്പത്തുകളും കൂട്ടി നോക്കുമ്പോൾ മൻസ മൂസയുടെ സമ്പത്ത് ശരിക്കും അളക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. പല ഹിസ്റ്റോറിയൻസും മൻസ മൂസ മൾട്ടി ട്രില്യണയർ ആയിരുന്നുവെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ അദ്ദേഹത്തിന്റെ മുഴുവൻ സമ്പത്തിന്റെ മൂല്യം പല ശതലക്ഷം കോടികളായിരുന്നു. അതായത് ലോകത്തിൽ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം കരുതിയാലും അത് ചെയ്യാനുള്ള പണം അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത്രയും സമ്പത്തുള്ള ഒരു മനുഷ്യനും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഒരുപക്ഷെ ചരിത്രത്തിൽ ഒരിക്കലും ജീവിച്ചിട്ടുണ്ടായിരിക്കുകയുമില്ല. പക്ഷെ എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നിട്ടും ഭാഗ്യവശാൽ അദ്ദേഹം കൂടുതലും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി കാശ് ദാനം കൊടുക്കുകയാണ് ചെയ്തത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അന്നത്തെ മിസ്റ്റർ ബീസ്റ്റ് ആയിരുന്നു മൻസ മൂസ.